രാഹുലിൻ്റെ അമ്മയുണ്ട്, അതോടൊപ്പം തന്നെ DCCയുടെ ഭാരവാഹികളായിട്ടുള്ള മറ്റേതാനും ആളുകളുമുണ്ട്. അമ്മയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. പെട്ടെന്ന് തന്നെ രാഹുൽ എവിടെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞു മുകളിലത്തെ മുറിയിലാണെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും അങ്ങ് മുകളിൽ കയറിപ്പോയി. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, കാര്യം ചോദിച്ചിട്ട് ഇവരാരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മോനോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നേരെ മുകളിൽ ചെന്നു. രാഹുലിൻ്റെ മുറിയിൽ വാതിലിൽ അവർ മുട്ടുപോണം. അവൻ സാധാരണ രാത്രി 1 മണി വരെ രാഹുൽ അവിടെ വായിച്ചുമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. മെനിങ്ങാന്നാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. മെനിങ്ങാന്ന് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ 8:30 9 മണിയായിട്ടാണ് കൊല്ലത്തുനിന്ന് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവരുടെ ആ രീതി കണ്ടപ്പോൾ രാഹുൽ എന്തോ ഒരു ഭീകരവാദിയാണോ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെന്ന് അപ്പോൾ അതിലൊരു സാറിനോട് ചോദിച്ചു, സാറേ കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പൊളിറ്റിക്സ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്സ് ആണെങ്കിലും അതിനകത്തും ഒരു കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഏത് സംഭവത്തിലാണെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ചാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പിന്നെ സാറ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിന്നില്ലല്ലോ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ എന്ന് വിളിക്ക്. അപ്പം മോളും മരുമോനും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അണിച്ചു വന്നു. അപ്പം എനിക്ക് പിന്നെ പെട്ടെന്ന് ഉള്ളിലൊരു വെപ്രാളം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് ധൈര്യമുണ്ട്. കാരണം രാഹുലാരെ കൊന്നിട്ടോ മറ്റു രീതിയിലോ ഒളിവിലിരിക്കുമല്ലോ. ഇവർക്ക് പിടിക്കാനായിരുന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോകാമായിരുന്നു. അപ്പോൾ അവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വളഞ്ഞു കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കിംസ് ഹോസ്പിറ്റൽ. ഒരാഴ്ച കൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്നെടുത്തുകൊണ്ട് കൂടായിരുന്നു? എനിക്കന്ന് വന്ന വഴിക്ക് എടുത്തുവിടായിരുന്നു. ഇവർ ഇന്ന് രാവിലെ ഈ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാഹുലും കൂടി വന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. വീട്ടിൽ എൻ്റെ മോളും മരുമോനും ചേച്ചിയുടെ മോൻ അപ്പോഴും വന്നു, അവനും രാഹുലും ഉണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ എനിക്ക് നമുക്കാരെങ്കിലും എന്നോ വിളിക്കണമെന്നോ തോന്നിയാൽ പോലും, കാരണം വനിതാ പോലീസുണ്ട്. അപ്പോഴിനി നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താവുമെന്ന് എനിക്കറിയില്ലല്ലോ. നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ടൊന്നും ബന്ധമുള്ള കൂട്ടത്തിലല്ലല്ലോ. അപ്പോൾ പിന്നെ രാഷ്ട്രീയമല്ലേ, അതിൻ്റേതായ രീതിയിൽ ഞാനങ്ങ് കണ്ടു. പിന്നെ അവർ വന്നു, പോലീസുകാർ വന്നിട്ട് ഇത് ചോദിച്ചു. അപ്പം പിന്നെ ചോദിച്ചു കൊണ്ടുപോകുമെന്ന് ചോദിച്ചു ഒരു പോലീസുകാരനോട്. അപ്പോഴും ആ പുള്ളിക്കും അറിയില്ല, കാരണം പുള്ളി യൂണിഫോമിലല്ല. പോലീസ് മുട്ടി വിളിക്കുമ്പോഴാണോ നമ്മൾ ഉണരുന്നത്? പോലീസ് മുട്ടി വിളിക്കുമ്പോഴാണ്. കാരണം ഒരു 5:45 കേൾക്കണം. കാരണം 5:30 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് ജനലിലും കഥയിലും ഒക്കെ മുട്ടുന്നുണ്ട്. കോളിംഗ് ബെല്ല് അമർത്തിയിട്ടില്ല. അപ്പോൾ ഇവർ 4 വശവും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ രക്ഷപ്പെടരുത്. ഇവർ മുൻകൂട്ടി വന്നതല്ലേ രാഹുലിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ രാഹുൽ പുറത്ത് പോകാതിരിക്കാനുള്ള സജ്ജീകരണത്തിലായിരിക്കും ഇവർ 4 വശവും നടന്ന് ബന്ദോബസ്താക്കി നിർത്തി. അവർ പോലീസുകാർ ബന്ദോബസ്താണ്, എന്നാൽ രാഹുൽ രക്ഷപ്പെടരുത്. പക്ഷേ രാഹുൽ രക്ഷപ്പെടാൻ ഞാനും സമ്മതിക്കില്ല. കാരണം രാഹുലിനെ ധൈര്യമായിട്ട് അവർ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന്. ഞങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നവുമില്ല. എന്തായാലും രാഹുൽ പൊളിറ്റിക്സ് ഇറങ്ങി തിരിച്ച വ്യക്തിയല്ലേ. അപ്പോൾ പിന്നെ അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ പുറകിലൊന്നും പോകാതെ ഇന്നലെ തന്നെ പത്രത്തിൽ എന്തെല്ലാം ഞങ്ങൾ വായിച്ചു. ദിവസം 2-3 പത്രം വായിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓരോ കൊച്ചുകുട്ടിയുടെ കഥ തന്നെ ഇന്നലെ അതിൻ്റെ അച്ഛനെയും ചിറ്റമ്മനെയും എല്ലാം വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന കഥകളും ഫോട്ടോകളും നമ്മൾ കണ്ടതല്ലേ. അതിൻ്റെ പുറകിലൊന്നും പോകാൻ ഈ പോലീസുകാർ ഒരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെന്തോ ഒരു ഭയങ്കര ഒരു ഭീകരവാദം ചെയ്ത മട്ടിലാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു 5:30 മണി കഴിഞ്ഞ് ഒരു 7 മണി വരെ ഇവിടെ നടന്ന കാര്യങ്ങൾ. അപ്പോഴത്തേനും പിന്നെ ഇവിടെ ഫസ്റ്റിൽ എത്തുന്ന ഞങ്ങളുടെ മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും വിളിക്കാനുള്ളൊരു സാഹചര്യം കിട്ടില്ല. മെമ്പർ വന്നിട്ട് ചോദിച്ചു എന്ത് ചോദിച്ചെന്ന്. ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്കറിയില്ല, ഞാൻ സംഭവം എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ അവൻ ആരെയൊക്കെയോ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേനാണ് ഞാൻ എൻ്റെ മുകളിൽ പിന്നെയും ഞാൻ പോയി ഇവരോട് ചോദിച്ചിട്ട് വരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് സെക്രട്ടേറിയറ്റ് മാർച്ചിനാണ്. അപ്പോൾ ഞാൻ പിന്നെ മെമ്പറോട് പറഞ്ഞു ഇതുപോലെ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പിന്നെ പുള്ളിക്കാരൻ വണ്ടിയുടെ പുറകെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രാവിലെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി വണ്ടിയുടെ മുമ്പിൽ കയറി തടഞ്ഞു. അപ്പോൾ പിന്നെയാണ് ഞങ്ങൾ അറിയണത് ഇവിടുത്തെ പോലീസൊന്നും അല്ല, തിരുവനന്തപുരത്തു നിന്നേ വന്ന് അടൂരിൽ നിന്നുള്ള പോലീസുകാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു. സിവിൽ ഡ്രസ്സിൽ 4-5 പേരുണ്ടായിരുന്നു. അവരോട് ചോദിക്കുമ്പോഴൊന്നും അവർക്ക് ഈ വന്ന ഒരു വ്യക്തിയേക്കും കാര്യം അറിയില്ല. രാഹുലിനെ എന്തിനാ കൊണ്ടുപോകണമെന്നുള്ളത് കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തിയേക്കും അറിയില്ല. ആ വന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അറിയാവുന്നത്. പഞ്ചായത്ത് മെമ്പറാണ് ഫസ്റ്റിലൂടെ വരുന്നത് ഇതറിഞ്ഞിട്ട്. അവനോട് ചെന്ന് പറയുന്നത് നാട്ടുകാരോ ആണ് ഇവിടെ പോലീസ് വണ്ടികൾ കിടക്കുന്നു എന്ന് പറഞ്ഞ് ചെന്ന് പറയുന്നു. ഷോക്കായി രാവിലെ ഉണർന്നപ്പോൾ വന്ന് അവരെയാ കണ്ടത്. കതക് തുറക്കുമ്പോൾ അവരെയാണ് കാണുന്നത്. കാരണം മുറ്റം നിറച്ച് പോലീസ് വണ്ടികളും ഈ മുറ്റം നിറച്ച് പോലീസുകാരുമായിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് ആർക്കായാലും ഉണ്ടാകുന്നൊരു ഇതല്ലേ. അപ്പോൾ ആ ഒരു ഷോക്കുണ്ടായി.